Good afternoon to all. Good afternoon. Good afternoon, ma'am. Yeah. Good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon, Okay. ma'am. Good afternoon. Starting നമുക്ക്. തുടങ്ങാം. Yeah. So let's start the prayer. Count of 3 and signing. ജിൻഷാണ് മാം. പ്രയർ ചൊല്ലിക്കോട്ടെ. Yeah, okay. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാത കാന്തി ചീന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യഹേ നിതാന്ത വത്സരോത്സുകം. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യഹേ നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. Thank you. Yeah, okay, Jinsha. Then next എന്താ? Signing. Okay. My name is Srividya. Good afternoon all. 2025 ജൂലൈ ബാച്ചിലേക്ക് മോണ്ടിസോറി പഠിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ക്ലാസ് എടുക്കാൻ വന്ന അധ്യാപികയ്ക്കും എൻ്റെ സ്വാഗതം. താങ്ക് യു. Yeah, okay. And then? Thought for the day. എൻ്റെ പേര് അയന വർഗീസ്. Thought for the day. If you fail, never give up because fail means first attempt in learning. Abdul Kalam. I repeat, if you fail, never give up because fail means first attempt in learning. Abdul Kalam. Thank you. Okay, yeah. Then how are you all? Good ma'am. Fine, Fine ma'am. Fine, okay. Lunch കഴിച്ചോ എല്ലാവരും? കഴിച്ചോ? no ma'am. ഇതുറ്റി ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാനാണോ? Yes ma'am. Okay, active ആണോ? Yes ma'am. ഇവിടെ ടൈം ആയില്ല. ഇതോ എന്താ പറഞ്ഞു? ഇല്ല. Yeah, okay. വിനീഷ് എന്നാണ് പേര്. എനിക്കറിയില്ല കേട്ടോ. Okay. ഒരു വർക്ക് ഉണ്ടായിരുന്നു. മണി കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയൂ എന്താണ്? മണി ആ വേർഡ് അൺകൗണ്ടബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോ പല ദിനാറ് ക്യാഷ് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓരോ രാജ്യത്തൊക്കെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ. അതൊക്കെ കൗണ്ടബിൾ ആണ്. പക്ഷെ ആ ടേം വരുമ്പോ അത് അൺകൗണ്ടബിൾ ആണ്. നമ്മൾ പഠിക്കുന്നത് നൗൺ ആണ്. അപ്പൊ ആ ഒരു വേർഡ് ആണ്, ആ ഒരു നെയിമിനെ ആണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണോ മനസ്സിലാവുന്നതാണ്.
അപ്പോ മ്യൂട്ട് ചെയ്യൂട്ടോ എല്ലാവരും. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്റർ നൗൺ ആണ് അല്ലെ. നൗൺ മീൻസ് ഒരു നെയിം ആണ്. അപ്പൊ നെയിമിനെ ബേസ് ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ മണി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണി ക്യാഷ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം, അതായത് ആ ഒരു നെയിം ആണ് നൗൺ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മണി അൺകൗണ്ടബിൾ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന എല്ലാ വേർഡും ഒരു ജസ്റ്റ് ഒരു നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആണെങ്കിലും കോമൺ ആണെങ്കിലും എല്ലാം പഠിച്ചത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, then പ്ലൂറൽ നൗൺ ആണ് ഞാൻ പറയാട്ടോ. ഇവിടെ കൗണ്ടബിൾ അൺകൗണ്ടബിൾ നൗൺസ് അല്ലെ, ഈ ടേബിള് അൺകൗണ്ടബിൾ നൗൺസ് ആണ് കേട്ടോ. കോമൺ അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുന്നത്. സോ ഈ ടേബിളുകളെല്ലാം അൺകൗണ്ടബിൾ ആണ്. ദെൻ ഇവിടെ നോക്കി, നമുക്ക് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇതില് നമുക്ക് അൺകൗണ്ടബിൾ നൗണിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? യൂസിങ് വിത്ത് ദീസ് കീവേർഡ്സ്. ഏതൊക്കെയാണ് കീവേർഡ്സ്? എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഇത്രയും കീവേർഡ്സ് നമുക്ക് അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ യൂസ് ചെയ്താല് അതെന്തായിട്ട് മാറും? Let's change it into കൗണ്ടബിൾ noun. കൗണ്ടബിൾ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്യൂ, എ ഫ്യൂ, മെനി നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കൗണ്ടബിളിന് മുന്നിലാണ് കേട്ടോ. മാറിപ്പോവരുത് രണ്ട്. മനസ്സിലായോ? അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കാനായിട്ട് ഇവിടെ കാണുന്ന കീവേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. കൗണ്ടബിള് ജസ്റ്റ് ഈ കീവേർഡ്സ് ആണ്. പക്ഷെ നമുക്ക് മെയിൻലി നമുക്ക് വേണ്ടത് അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കാനാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ടേബിൾ അങ്ങനെയാണ് കേട്ടോ. അബ്യൂസ്, എ സ്ട്രീം ഓഫ് അബ്യൂസ്. അബ്യൂസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. പക്ഷെ അത് കൗണ്ടബിൾ ആകും. എങ്ങനെയാണ്? എ സ്ട്രീം അല്ലെ, ആ ഒരു കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഈ അബ്യൂസ് എന്തായി മാറി? കൗണ്ടബിൾ ആയിട്ട് മാറി. എ സ്ട്രീം ഓഫ് അബ്യൂസ്. അഡ്വൈസ്, എ പീസ് ഓഫ് അഡ്വൈസ്. മനസ്സിലായോ? Is it clear? സിമ്പിൾ ആണല്ലേ? ഒന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒക്കെ ഒന്നുമില്ല. അപ്പൊ ടേബിള് നോക്കി വെക്കാം. അപ്പം ക്ലിയർ ആയില്ലേ? അൺകൗണ്ടബിൾ ആൻഡ് കൗണ്ടബിൾ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി മൂവിങ് ഓൺ ദി നെക്സ്റ്റ് പോർഷൻ, ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗൺ അറിയാലോ നിങ്ങൾക്ക് അല്ലെ? നമ്മുടെ സിംഗുലർ നൗണും പ്ലൂറൽ നൗണും അറിയാം. ബോയ്, ബോയ് എന്ന് പറയുന്ന നൗൺ ആണ് അല്ലെ? അത് എങ്ങനെയാ പ്ലൂറലാക്കാം? Boys. ബോയ്സ്, ബോയ് ബോയ്സ് ആണ്. ഗേൾ, Girls. Girls. മാംഗോ, Mango. ഫോട്ടോ, Photos. ബേബി, ബേബീസ്. ടോയ്, Toys. ബോക്സ്, Pouches. എല്ലാവർക്കും പ്ലൂറൽ എങ്ങനെയാണ് അല്ലെ? പ്ലൂറൽ നൗൺ എന്താണെന്നും എങ്ങനെ അത് പ്ലൂറലൈസ് ചെയ്യണം എന്നൊക്കെ അറിയാം. എന്തുകൊണ്ടാണ്? എന്റെ റീസൺ അറിയും നിങ്ങൾക്ക്? ബോയ്, ബോയ് നമ്മളിപ്പോ ബോയ് പറഞ്ഞപ്പോ ഒരു മിറസ് ആഡ് ചെയ്തു, പ്ലൂറലൈസ് ചെയ്തു അല്ലെ? ബോയ് ബോയ്സ് ആണ്. ബേബി, ബേബി എങ്ങനെയായിരിക്കും സ്പെല്ലിംഗ് വരാം പ്ലൂറലൈസ് ചെയ്യുമ്പോ? അതെങ്ങനെയാ വന്നതെന്നറിയോ? അവിടത്തെ പ്ലൂരല് ES ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോ എല്ലാവർക്കും പ്ലൂറൽ നൗൺ അറിയാം. എന്തുകൊണ്ട് അതെങ്ങനെ വന്നു എന്നറിഞ്ഞാൽ കൊള്ളാന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പഠിക്കുകയല്ലേ അല്ലെ? നിങ്ങൾ എന്തായാലും പഠിക്കുകയാണ്. അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കുന്നല്ലേ അല്ലെ? എക്സാമിന് ഉണ്ടോന്ന് ചോദിച്ചാൽ എക്സാമിന് ഇതൊന്നും വരില്ല കേട്ടോ. വരില്ല മീൻസ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചൊന്നും വരില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക
നിങ്ങൾ ആരാണ്? സ്റ്റുഡൻസ് ആണോ? ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് ഒക്കെ ഇതൊക്കെ അറിയണ്ടേ? കുട്ടികൾ എങ്ങനെ ചോദിക്കുവാണ്, മിസ്സേ ഇതെന്താണ് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അറിയില്ലെന്ന് പറയാൻ പറ്റോ? ഓ അത് അറിയാം. ഞാൻ എന്റെ നോട്ട് എടുക്കട്ടെ കേട്ടോ. ഇന്നലെ എന്തായിരുന്നു റീസൺ? ആർക്കെങ്കിലും അറിയോ? ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണോ? ഇതിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അത് പ്ലൂറൽ അല്ലെ? പക്ഷെ ഞാൻ ചോദിച്ചത് നമുക്ക് ചില സ്പെല്ലിങ് വെറും ഒരു എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറലാക്കാൻ പറ്റും. ഇപ്പൊ ബോയ്, എക്സാമ്പിൾ ബോയ്, ഗേൾ ഒക്കെ എന്താണ് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. ഗേൾസ്, ബോയ്സ് എന്ന് പറയാം. ബേബീസ് ആകുമ്പോ IES ആണ് വരുന്നത്. മാംഗോസ് ആണെങ്കിലോ ES ആണ് വരുന്നത്. ആ അതാണ് ഞാൻ ചോദിച്ചത്. വെർബാണോ മാം? വെറുതല്ല, പറഞ്ഞുതരാം. ചുമ്മാ ഒന്ന് ഇറങ്ങിയിരിക്കണേ. എല്ലാവർക്കും നോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഇത് നോർമലി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ഗേൾ ഗേൾസ് ആണ്, സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ആണ്. വെറും എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും അല്ലെ? നൗണിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറൽ ഫോം ആണ് ഗേൾസ് എന്ന് പറയുന്നത് അല്ലെ? എല്ലാം എസ് ആഡ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ബസ് ബസ്സസ് ആണെന്ന് പറഞ്ഞു, ബോക്സ് ബോക്സസ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ അറിയാം അല്ലെ? എല്ലാം അറിയാം. ഇവിടെ ES ആണ് ആഡ് ചെയ്തത്. ES എന്തുകൊണ്ടാണ്? റീസൺ മീൻസ് SZXCH ആൻഡ് SH ഈ ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ES ആണ് ആഡ് ചെയ്യുക. ഓക്കെ, ending letter is SZXCH ആൻഡ് SH ആണെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്യണം. ഓക്കെ, മ്യൂട്ട് ചെയ്യാട്ടോ നിങ്ങള്, അല്ലെങ്കിൽ എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കും. ഓക്കെ, ക്ലിയർ? ഇനി ബേബി, ഞാൻ പറഞ്ഞു ബേബി ബേബീസ് ആണെന്ന് പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ്? Y അല്ലെ? ലെറ്റർ Yക്ക് മുന്നിൽ വന്നിരിക്കുന്ന കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ IES ആഡ് ചെയ്യാം. അത് Y കളഞ്ഞിട്ട് IES ആഡ് ചെയ്യാം. അതായത് Y അല്ലെ? ലാസ്റ്റ് ലെറ്റർ Y ആണ്. സോ Yക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ്? B എന്ത് ലെറ്റർ ആണ്? കോൺസണന്റ് ലെറ്റർ ആണ് അല്ലേ? അതെ. അതുകൊണ്ടാണ് എന്ത് നമ്മൾ ബേബി IES ആഡ് ചെയ്തത്. അതുപോലെ നോക്കിയ പപ്പി പപ്പീസ് ആണ്, ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ആണ്, എനിമി എനിമീസ്, ലേഡി ലേഡീസ്, ആർമി ആർമീസ്. കണ്ടോ? ഇതൊക്കെ എന്താണ്? വൈക്ക് മുൻപ് വന്നിരിക്കുന്നത് കോൺസണന്റ് ലെറ്റർ ആയതുകൊണ്ടാണ് IES ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും വൈക്ക് മുൻപിന് വൊവലാണെങ്കിൽ വരുന്നെങ്കിലോ അല്ലെ? വൊവലാണ് വരുന്നെങ്കിൽ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞേ. വൈക്ക് മുന്നേ വരുന്ന വൊവൽ ലെറ്റർ വെച്ചൊരു വേർഡ് പറഞ്ഞേ. ബോയ്. ബോയ്, സിമ്പിൾ. ബോയ്, ടോയ്, ഇതൊക്കെ എന്താണ്? വെറും എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ബോയ്, ടോയ്, കീസ് ആണ്, മങ്കീസ് ആണ്, ഡോങ്കീസ്, ഡേയ്സ്, വേസ്, ഗൈസ്, ബോയ്സ്. കണ്ടോ? വൈക്ക് മുന്നിൽ വന്നിരിക്കുന്ന വൊവൽസ് ആണെങ്കിൽ ജസ്റ്റ് എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൈഫ്. വൈഫ് എങ്ങനെയാണ്? FA ഇല്ല അല്ലെ? VS ആണ് ആഡ് ചെയ്യുക. അപ്പൊ എഫിലും FEയിൽ അവസാനിക്കുന്ന ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ FE മാറ്റിയിട്ട് VES ആഡ് ചെയ്യാം. വൈഫ് വൈഫ്സ് ആണ്, നൈഫ് നൈഫ്സ്, ലീഫ് ലീഫ്സ്, ലൈഫ് ലൈഫ്സ് ആണ്, കഫ് കഫ്സ് ആണ്, തീഫ് തീഫ്സ് ആണ്. ഓക്കെ, ക്ലിയർ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണേ. ഇനി എക്സെപ്ഷൻസ്. ഇപ്പൊ റൂഫ്സിന് എന്തുകൊണ്ട് നമ്മൾ VS ആഡ് ചെയ്യുന്നില്ല? എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് എക്സെപ്ഷൻ വേർഡ് ആണ്, അതായത് ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. റൂഫ്സ് തന്നെയാണ്. വെസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം കിട്ടും. ബിലീഫ് ബിലീഫ്സ് ആണ്, ഷെഫ് ഷെഫ്സ്, ക്ലിപ്സ് ആണ്, ഹാൻഡർചീഫ്സ് ആണ്, പ്രൂഫ്സ് ആണ്. എന്തുകൊണ്ടാണ് മിസ്സേ VS വരാത്തെന്ന് ചോദിച്ചാല് എനിക്ക് പറയാനുള്ളത് എക്സെപ്ഷൻ വേർഡ്സ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. റീസൺ എനിക്ക് അറിയില്ല. എക്സെപ്ഷൻസ് ആണ് കേട്ടോ, ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ കുറെ വേർഡ്സ് അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. അപ്പോ എഫിൽ അവസാനിക്കുന്ന കുറച്ച് എക്സെപ്ഷൻ വേർഡ്സ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. O അല്ലെ? നമ്മുടെ O ലെറ്റർ അവസാനിക്കുന്ന വേർഡ്സിൽ
ഓ ലെറ്റർ വെച്ചാണ് അവസാനിക്കുന്നെങ്കിൽ അതിന് മുൻപ് വരുന്നത് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ ES ആഡ് ചെയ്യുക. അതായത് മാംഗോസ് ആണ്. ഓയ്ക്ക് മുന്നേ വരുന്നത് കോൺസണന്റ് ലെറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ES ആഡ് ചെയ്തത്. മാംഗോസ്, പൊട്ടറ്റോസ് ആണ്. ടൊമാറ്റോസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ആണ്. പിയാനോന്റെ മുന്നിൽ നമ്മൾ എന്താണ് ലെറ്റർ അവസാനിക്കുന്ന ഓയിലാണെങ്കിലും റൂലൈസ് ചെയ്യുമ്പോൾ വെറും എസ് ആണ് ആഡ് ചെയ്യുന്നത്. അതും എന്താണ് എക്സെപ്ഷൻ വേർഡ്സ് ആണ് കേട്ടോ. ഫോട്ടോസ്, ലോഗോസ്. ഓക്കെ, ഇനി ഓയ്ക്ക് മുന്നേ കോൺസണന്റ് ലെറ്റർ വെച്ച് പറഞ്ഞു. ഓയ്ക്ക് മുന്നേ വൊവൽസ് ആണ് വരുന്നെങ്കിൽ ജസ്റ്റ് വേർഡ് വരെ ആഡ് ചെയ്താൽ മതി. സൂസ് ആണ്. റേഡിയോസ്, വീഡിയോസ്, സ്റ്റിഡിയോസ്, കാങ്കരൂസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെന്റ് പ്ലൂറൽ ആണ്. ഒന്നും പറയാനല്ലോ, ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഡിഫറെന്റ് ആണ്, എന്റെ ഒരു ഡിഫറെന്റ് ആണ്. എന്താണ് പ്ലൂറൽസ് വരുമ്പോ? വുമൻ ആണ്. മാൻ, ചൈൽഡ്, ചിൽഡ്രൻ, പേഴ്സൺ, പീപ്പിൾ, tooth, teeth, food, feet, house, mice, oxen, goose, geese. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസ് എന്താണ്? കുട്ടികൾ. Children. അതൊരു റോങ് വേർഡ് ആണ്, അങ്ങനെ ഒരു വേർഡ് ഇല്ല. ഇതോ അതൊരു റോങ് വേർഡ് അല്ലേ മാം? ചിൽഡ്രൻസ് എന്ന് പറയത്തില്ലല്ലോ, പ്ലൂറൽ ചിൽഡ്രൻ എന്നല്ലേ പറയത്തുള്ളൂ. Child, children. ആരോ ചാടിക്കേറി കുട്ടികളെന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടോ? ചിൽഡ്രൻസ് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ചിൽഡ്രൻസ്, there are lots of childrens എന്ന് പറഞ്ഞിട്ടുണ്ടോ? അറിയാത്തവര് കുറവായിരിക്കും അല്ലെ. ചിൽഡ്രൻസ് എന്ന് പറയുന്ന വേർഡ് ഇല്ല കേട്ടോ, മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഒരിക്കലും ആരും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചൈൽഡിന്റെ പ്ലൂറൽ ഓൾറെഡി ചിൽഡ്രൻ ആണ്. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചിൽഡ്രൻസ് എന്ന് പറയാൻ പാടില്ല. ഇനി മുതൽ പറയാൻ പാടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിപ്പോ കറക്റ്റ് ചെയ്യാം. ചിൽഡ്രൻ, ഇതാണ് പ്ലൂറൽ. കുട്ടികൾ ചിൽഡ്രൻ ആണ്. അപ്പൊ ചിൽഡ്രൻസ് ഡേ എന്താണ്? കുട്ടികളുടെ അപ്പോസ്ട്രോഫി എസ് വരുന്നുണ്ട് കേട്ടോ. ചിൽഡ്രൻസ് ഡേ അപ്പോസ്ട്രോഫി എസ് വരുന്നുണ്ടേ, അതുകൊണ്ടാണ്. അല്ലാതെ ജസ്റ്റ് വെറുതെ എസ് ആഡ് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക് ആണ്. ക്ലിയർ ആണല്ലോ? മിക്ക ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് ആൻസേഴ്സ് ആണത്. കുട്ടികളല്ലേ മിസ്സേ, അപ്പൊ ചിൽഡ്രൻസ് ഡേ എന്താണ് മിസ്സേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അത് മിക്ക ക്ലാസ്സിൽ ഞാൻ അത് പറയാറുണ്ട്. അപ്പോ എന്താണ് പ്ലൂറൽ നൗൺ എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെ, ഒരു നൗണിന്റെ കൂടെ SO, ESO, ISO, VSO ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് പ്ലൂറൽ ആകുക. ഓക്കെ, അല്ലാതെ കാണുന്ന എല്ലാ നൗൺ എന്താണ്? സിംഗുലർ ആണ്. നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുക ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല, ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഒന്നും ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ബൈഹാർട്ട് പഠിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം ബൈഹാർട്ട് ചെയ്യാം. ഇതെല്ലാം എന്താണ് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെക്കുക. പിന്നെ എല്ലാത്തിനും പ്ലൂറൽ ഫോമും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് എന്റെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ സണ്ണില്ലോ മദറില്ലോ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? സണ്ണില്ലോ, മദറില്ലോ, ഡോക്ടറില്ലോ, അതൊക്കെ എങ്ങനെയാ നമ്മൾ പ്ലൂറലാക്കാം? S ആഡ് ചെയ്യും. എസ് ആഡ് ചെയ്യും. എവിടെ എസ് ആഡ് ചെയ്യും? സണ്ണില്ലോ ആണെങ്കിൽ സൺസ് ഇൻ ലോ തന്നെ. ഓക്കെ, നൗണിന്റെ കൂടെയാണ് എസ് ആഡ് ചെയ്യേണ്ടത്. സൺ ആണ് അവിടെ നൗൺ ആയിട്ട് വരാം. സൺ നൗണിന്റെ കൂടെ എസ് ആഡ് ചെയ്യാം. മദർ ഇൻ ലോ ആണെങ്കിൽ മദേഴ്സ് ഇൻ ലോ എന്ന് വരണം. അല്ലാതെ ലോസിന്റെ അവിടെ ലോയുടെ അവിടെ എസ് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സൺസ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ, ഡോട്ടർ ആണെങ്കിൽ ഡോട്ടേഴ്സ് ഇൻ ലോ. ഓക്കെ, ആ നൗണിനെ വെച്ചിട്ടാണ് നൗണ് പ്ലൂറൽ ആക്കാം. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോ മാൻ ഓഫ് വാർ ആണെങ്കിൽ മെൻ ആക്കാം, മെൻ ഓഫ് വാർ. ഓക്കെ, മെയ്ഡ് സെർവന്റ് ആണെങ്കിൽ മെയ്ഡ് സെർവൻസ് ആക്കാം, സെർവൻസ്. അങ്ങനെയാണ്. ക്ലിയർ ആണ്? അപ്പൊ മാൻ സെർവന്റ് ആണെങ്കിൽ മെൻ സെർവൻസ് എന്നാക്കണം. ക്ലിയർ ആയോ? അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റിൽ കുറെ കാര്യം ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്താണ് പ്ലൂറൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റും കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആകും.
ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ കൂടെ ടെക്സ്റ്റ് വായിക്കുമ്പോ ക്ലിയർ ആവും കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, കിട്ടും കേട്ടോ. കുറച്ച് ലേറ്റ് ആയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അഥവാ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ നിങ്ങളൊന്ന് ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഓഫീസിലോ അല്ലെങ്കിൽ PR ആയിട്ടോ കണക്ട് ചെയ്താൽ മതി. അപ്പോ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, പ്ലൂറൽ നൗൺ എല്ലാം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. Do you have any questions about that? No? Yeah. Okay, next. അൺകൗണ്ടബിൾ നൗൺസില് ഈ കാണുന്ന നോക്കി മെറ്റീരിയൽസ്, ലിക്വിഡ്സ്, ഗ്യാസസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, വായിച്ചു നോക്കാം, നന്നായിട്ട് വായിച്ചു നോക്കാം. ഇനി പ്ലൂറൽ. അപ്പോ മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഈ വേർഡ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം പ്ലൂറൽ ആണെന്ന് പറയാൻ പറ്റോ? കണ്ടാൽ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതെല്ലാം സിംഗുലർ ആണ് കേട്ടോ. സിംഗുലർ നൗൺ ആണ്. ഫിസിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. അവിടെ ഈസ് യൂസ് ചെയ്യാൻ കാരണം അത് സിംഗുലർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ കാണുന്ന എല്ലാ വേർഡ്സും എന്താണ്? സിംഗുലർ ആണെന്ന് മനസ്സിലാക്കാം. പഠിച്ചു വെക്കാം. ഡൗട്ട്സ് വരരുത്, പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ടേബിളിൽ കാണുന്ന എല്ലാവരും എന്താണ്? പ്ലൂറൽസ് ആണ്. ഓക്കെ, എല്ലാം പ്ലൂറൽസ് ആണ് കേട്ടോ. ദെൻ സിംഗുലർ. അപ്പോ പീപ്പിൾ, പോലീസ്, കാറ്റിൽ, പോൾട്രി, വോമിറ്റ് ഇതൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താണ് അത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതൊക്കെ എന്താണ്? പ്ലൂറൽ ആണ്. പീപ്പിൾ, പോലീസ്, കാറ്റിൽ ഒക്കെ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറലും സിംഗുലർ നൗണും ഒന്ന് മാക്സിമം കുറച്ചധികം ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ടെക്സ്റ്റ് വൈസ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ പ്ലൂറൽ എന്താണെന്നും സിംഗുലർ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം, എന്താണെന്ന് അറിയാലോ. അപ്പൊ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? അങ്ങനെയാണ് ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. ടീച്ചേഴ്സ് ആണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. ബാക്കിയൊക്കെ റെഫർ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയും എന്തിനാണ് ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കാൻ പറ്റുന്നത് ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ട്ലി ആണ് അല്ലെ, ഫ്രണ്ട്ലി ടോക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ടീച്ചർ അല്ല, മെന്റർ ആണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഞാൻ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നേ, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലും. ഇപ്പൊ നൗണിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതൊക്കെ എനിക്ക് ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും ആവശ്യമില്ല അല്ലെ? ശരിയല്ലേ? ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണെന്ന് ചോദിക്കുമ്പോൾ ക്ലിയർ ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ എന്ത് പറയാനാ? ക്ലിയർ ആയ ആൾക്കാരോട് എനിക്കൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ സമയം നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ പിന്നെ മിസ്സിനോട് ഡൗട്ട് ചോദിക്കാം, കുറച്ചുകൂടെ കൂടുതൽ പറയുമല്ലോ. കൊള്ളാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത പോർഷനിലേക്ക് പോവാലോ, ടോപ്പിക്കിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ജെൻഡേഴ്സ് ആണ് കേട്ടോ. ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. മസ്കുലൈൻ, ഫെമിനൈൻ നമുക്ക് ഓട്ടോമാറ്റിക് അറിയാം അല്ലെ. കിങ് ഏത് ജെൻഡർ ആണ്? നൗൺ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ കിങ് എന്ന് പറഞ്ഞൊരു നൗൺ അല്ല, ഒരു നെയിം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ജെൻഡർ ആട്ടോ തോന്നാം? കിങ് മെയിൽ ജെൻഡർ ആണ്, അതായത് മസ്കുലൈൻ ജെൻഡർ. ഓക്കെ, എങ്ങനെ പഠിക്കാം? മസ്കുലൈൻ ജെൻഡർ ആണ്. ക്യൂ ആണെങ്കിൽ ക്യൂ ഫെമിനിൻ ജെൻഡർ. ഹെൻ ആണെങ്കിൽ ഹെൻ ഫെമിനിൻ ആണ്. അപ്പൊ എന്താണ് ഫെമിനൈൻ, മസ്കുലൈൻ രണ്ടും അറിയാം അല്ലെ? പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്.
ഇനി ന്യൂട്രൽ ജെൻഡർ എന്താ? ജെൻഡർ ഇല്ലാത്തതാണ്, അതായത് ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കും മെയിൻ ആയിട്ട് വരാം, തിങ്സ് ആയിരിക്കും വരാം. പെൻ, ഫോൺ, ടേബിൾ, ഇതൊക്കെ എന്താണ്? ന്യൂട്രൽ ജെൻഡർ ആണ്. ജെൻഡർ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും ഇല്ല അല്ലെ. അപ്പോ ലൈഫ്ലെസ് തിങ്സ് ആയിരിക്കും മെയിൻലി അതിൽ വരാം, ന്യൂട്രൽ ജെൻഡറിൽ വരാം. ഇനി കോമൺ ജെൻഡർ എന്ന് പറയുമ്പോ ഡോക്ടർ ആ നൗൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാം. ഡോക്ടർ എല്ലാ വിഭാഗത്തിലും ആണിനെയും പെണ്ണിനെയും ഒക്കെ ചേർത്ത് ഉണ്ടാവും അല്ലെ. ഇത് മെയിലും ഫീമെയിലും ഉണ്ടാകാം. അപ്പൊ അതെന്ത് ജെൻഡർ ആയിരിക്കും? കോമൺ ജെൻഡർ ആണ്. ഓക്കെ, കോമൺ ജെൻഡർ. ദെൻ ടീച്ചർ കോമൺ ജെൻഡർ ആണ്. യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, മസ്കുലൈൻ ജെൻഡറിനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ എല്ലാവരും. മസ്കുലൈൻ ജെൻഡർ പീകോക്ക്, father, brother, dog, cock, ബോയ്, okay. And feminine gender? ഗേൾ, കൗ, doctor, sister, Okay. Then neutral gender? ബേബി, മാംഗോ, പെൻസിൽ, പെൻ, ചുറ്റും പെയർ, ഫോക്സ്, chair, Pen. ball, roof, ഫോണ്, ചുറ്റും നോക്കിയോ നിങ്ങള്? അവിടെ ഇങ്ങോട്ടൊക്കെ നോക്കി കൊറേയൊക്കെ പറയുന്നുണ്ട്. ഇനി കോമൺ ജെൻഡർ പറയൂ. സ്റ്റുഡന്റ്, ഷെഫ്, ടീച്ചേഴ്സ്, ടീച്ചർ, സയന്റിസ്റ്റ്, നഴ്സ്, ബേബി, സ്വീപ്പർ, എഞ്ചിനീയർ. എല്ലാ പ്രൊഫഷനും പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അത്രയാണ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആണ്. ഇനി ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോ ആക്ടർ എന്ന് പറയുന്നത് മസ്കുലൈൻ ജെൻഡർ ആണ്. അതിന്റെ ഫീമെയിൽ ജെൻഡർ ഏതാ? ആക്ട്രസ് ആണ്. ആക്ട്രസ്. അതുപോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓതർ, ഓതറസ്, ഗെയിൻസ്, ലയൺ, ലയണസ്. അപ്പൊ അതാണ് ഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആക്ടർ, ആക്ട്രസ്, ഹൺട്രസ്, കണ്ടോ? ഇതൊക്കെ ഫോർമേഷൻ ആണ്. ഹീറോ, ഹീറോയിൻ, സിസ്റ്റർ, മിസ്റ്റേക്ക് ആണ്, സിസ്റ്റർ അല്ല കേട്ടോ, സിസ്റ്റർ ബ്രദർ ആണ് വരാം. ഓക്കെ, അപ്പോ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. മാക്സിമം ഒക്കെ ഒന്ന് പഠിച്ച് വെക്കാം. നല്ലതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ജെൻഡേഴ്സ് അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടല്ലോ, പക്ഷെ ഇത്രയേ ഉള്ളൂ, പഠിക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഡൗട്ട്സ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? എന്താണെങ്കിലും പറയും. പിന്നെ ഇതെന്താണ്? ഇത് വളരെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ ഒരുപാട് ഭയങ്കര സ്പീഡ് കൂടുതലാ. ആരും എന്താ സ്പീഡിനെ കുറിച്ചൊന്നും പറയാം. ഞാനും ആലോചിച്ചു, നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. എന്താണ് സ്പീഡ് ഉണ്ടല്ലേ? അറിയാം, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൊതുവെ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. എല്ലാവരും പറയുന്നുണ്ട്. എനിക്കെതിരെ വരുന്നൊരു കംപ്ലൈന്റ് എനിക്ക് അതാണ്, സ്പീഡാണ് മിസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് കുറയ്ക്കാം കേട്ടോ സ്പീഡ്. ഓക്കെ മിസ്, അതല്ല നമ്മളിവിടെ നോട്ട് ചെയ്ത് പോകണ്ടല്ലോ ടെസ്റ്റില്. നോട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ക്ലാസ് എടുക്കുമ്പോ നോട്ട് എഴുതണ്ട. ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. കാരണം രണ്ടും കൂടെ നടക്കില്ല കേട്ടോ, ശ്രദ്ധിക്കാൻ പറ്റില്ല. ടെസ്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട്, അപ്പത്തേക്കും സ്പീഡ് കൂടുമ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറെ നാളായില്ലേ ടെസ്റ്റ് വിട്ടിട്ട്, സ്പെല്ലിങ്സ് ഒക്കെ തെറ്റാണ്ട് നോക്കണ്ടേ, കയ്യോടെ പഠിച്ചു പോണേ മനസ്സിൽ. ഓക്കെ, ക്ലാസ്സില് ശ്രദ്ധിച്ചിരിക്കുക, മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് എഴുതിയിരിക്കരുത് കേട്ടോ. കാരണം ശ്രദ്ധിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ വെറുതെ നോട്ട്സ് എഴുതി കഴിഞ്ഞാല് അയ്യോ ടീച്ചർ എന്താ എടുത്തേ, ചിലപ്പോൾ മറന്നു പോകും.
ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഒരു മിക്ക കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടേ പോകും ക്ലാസ്സിൽ നിന്ന്. ക്ലിയർ ആണോ? പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എന്റെ നോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് എന്റെ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കാൻ നിൽക്കണ്ട. അതായത് ഇപ്പൊ ഞാൻ കാണിച്ച ഈ പ്ലൂറൽ നൗൺ ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എല്ലാനും ടെക്സ്റ്റിലുണ്ട്. സോ നിങ്ങൾക്ക് നോട്ട്സ് എഴുതേണ്ട ഒരാവശ്യവും ഇപ്പോ ഇല്ല, ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ല, എല്ലാം ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മാക്സിമം മനസ്സിലാക്കുക, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, എല്ലാവരോടും കൂടെയാണ് കേട്ടോ ക്ലാസ്സിൽ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകാം, പക്ഷെ സിമ്പിൾ ആണെന്നേ. ഇപ്പൊ ഇത്രയും ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു പോർഷൻ, ചെറിയൊരു കണ്ടന്റേ ഉള്ളൂ. ആ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ വലിയ ടെക്സ്റ്റിലുള്ള വലിയ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ക്ലിയർ ആയിരിക്കുള്ളൂ. അതായത് എന്റെ ക്ലാസ്സും നിങ്ങൾ ടെക്സ്റ്റും വായിക്കും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ഡൗട്ട്സ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ശ്രദ്ധിച്ചിരിക്കൂ. ടെക്സ്റ്റ് വായിച്ച് ക്ലാസ് എടുക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല. മനസ്സിലായോ? ഞാൻ എന്റെ ക്ലാസ്സിൽ ഒന്നും ഞാൻ ടെക്സ്റ്റ് വായിക്കാറേ ഇല്ല. ടെക്സ്റ്റ് കൊടുത്ത് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെയും ഞാനെടുത്ത ക്ലാസ് ഒക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണെങ്കിലും തന്നെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ സ്പീഡാണ് പ്രശ്നം. സ്പീഡ് ആണെങ്കിലും ഞാൻ കുറെ റിവൈൻഡ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് നിങ്ങളെ കൊണ്ട് എന്നെ പറയിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാം. ഡിറ്റർമിനേഴ്സ് ആണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല കേട്ടോ. ഈ കാണുന്ന എല്ലാ കീവേഡ്സും ഡിറ്റർമിനേഴ്സ് ആണ്. അതെന്താണെന്ന് ചോദിക്കണ്ട, ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അതിനെ കുറിച്ച് എനിക്ക് ഇത്രയും ഒരുപാടൊന്നും പറയാനില്ല. അതായത് മൈ, യുവർ, ഔട്ട് അല്ല കേട്ടോ, അവർ ആണേ. സ്പെല്ലിംഗ് ടെക്സ്റ്റില് ഐ തിങ്ക് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ടെക്സ്റ്റിലുണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ ഇതിലുണ്ടാവാം. ഓക്കെ, അതായത് ഈ കാണുന്ന എല്ലാവരും എന്താണ് ഡിറ്റർമിനേഴ്സ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് നമ്മുടെ നൗണിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് ആണ്, അതിനെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഈ പോർഷനൊന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ജെനറ്റീവ് എന്താണ്? അപ്പോസ്ട്രഫി എസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചിൽഡ്രൻസ് ഡേ അല്ലെ, ചിൽഡ്രൻസ് ഡേ എന്ന് പറയാം. അത് അപ്പോസ്ട്രഫി എസ് ആണ് യൂസ് ചെയ്തത്. ചിൽഡ്രന്റെ കൂടെ അപ്പോസ്ട്രഫി എസ് യൂസ് ചെയ്തത് കൊണ്ട് ഒരു മീനിങ് കിട്ടി. എന്താണ്? കുട്ടികളുടെ എന്നൊരു മീനിങ് കിട്ടി. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും, രണ്ട് രീതിയിൽ നമുക്ക് ആ ഒരു മീനിങ് പറയാൻ പറ്റും. ചിൽഡ്രൻസ് ഡേ എന്ന് പറയാം, ദ ഡേ ഓഫ് ചിൽഡ്രൻ എന്ന് പറയാം. രണ്ടിനും ഒരേ മീനിങ് ആണോ? ആണോ? ദ ഡേ ഓഫ് ചിൽഡ്രനും ചിൽഡ്രൻസ് ഡേയും രണ്ടും സെയിം മീനിങ് അല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് അപ്പോസ്ട്രഫി എസ് വെച്ച് പറയുന്ന ജെനറ്റീവും ഓഫ് ജെനറ്റീവും ഉണ്ട്. നമുക്ക് ഓഫ് വെച്ച് പറയാം, അല്ലാതെ നേരെ അപ്പോസ്ട്രഫി എസ് വെച്ചും പറയാം. പക്ഷെ നമ്മൾ കോമൺലി നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എല്ലാവരും അപ്പോസ്ട്രഫി എസ് വെച്ചിട്ടാണ് അല്ലെ. ബേബീസ് ഐസ്, ബേബീസ് ഐസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കണ്ണ്, ഐസ് ഓഫ് ദ ബേബി എന്ന് പറയാം അല്ലെ. രണ്ടിനും സെയിം മീനിങ് ആണെങ്കിലും യൂസ് ചെയ്യാൻ കുറച്ചൊരു സിമ്പിൾ ഏതാണ്? അപ്പോസ്ട്രഫി എസ് ആണ് അല്ലെ. മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോ എസ് ജെനറ്റീവും ഓഫ് ജെനറ്റീവും ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. എസ് ജെനറ്റീവും ഓഫ് ജെനറ്റീവും. അപ്പോ കമല ദാസ് വർക്ക്സ് എന്ന് പറഞ്ഞു അല്ലെ. ദ വർക്ക് അല്ലെങ്കിൽ വർക്ക്സ് ഓഫ് കമല ദാസ് എന്നും പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? Yeah, eyes of the baby. Babies eyes എന്ന് പറയാം, eyes of the babies എന്ന് പറയാം അല്ലെ. eyes of the baby പറയാം, eyes of the babies എന്ന് പറയാം. അതായത് ഇവിടെ ഓഫും അപ്പോസ്ട്രഫി എസും അത്രയാണ് പറയുന്നത് കേട്ടോ. എക്സാമ്പിള് ദ കീ ഓഫ് ദ കാർ കണ്ടോ. ദ കീ ഓഫ് ദ കാർ എന്ന് പറയാം. വേറെ എങ്ങനെ പറയാം? ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അത്
അപ്പോസ്ട്രോഫി എസ് വെച്ചും ഓഫ് വെച്ചിട്ടും പറയാം. പക്ഷെ നമ്മൾ എല്ലാവരും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പോസ്ട്രോഫി എസ് തന്നെയാണ്. അപ്പൊ എന്താണ് ജെൻറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ അറിയില്ലല്ലോ എന്ന് പറയണ്ട. ഇതാണ് എസ് ജെൻറ്റീവ് ഉണ്ട്, ഓഫ് ജെൻറ്റീവ് ഉണ്ട്. എസ് ജെൻറ്റീവ് അപ്പോസ്ട്രോഫി എസ് വെച്ച് പറയുന്നത്, ഓഫ് ജെൻറ്റീവ് ഓഫ് വെച്ച് പറയുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് വരില്ലേ. നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? എങ്ങനെയാണ് എക്സാം വരിക? നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് വരും. അതായത് യൂണിറ്റ് 1 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ആ മോക്ക് ടെസ്റ്റിലെ പോലെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരാം. അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും എടുക്കേണ്ട, സിമ്പിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഏറ്റവും ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു പോർഷൻ ആണ് ഈ നൗണും പ്രോണൗണും. മനസ്സിലായോ? ടെൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പൊ ബേസിക് ആണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പഠിച്ച എല്ലാനും മറക്കാൻ പാടില്ല. ടെൻസ് പഠിക്കുമ്പോൾ ആവശ്യമാണ് ഇതെല്ലാനും. അന്നേരം ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോ അയ്യോ മിസ് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി, ഇതൊന്നും പറയാൻ പാടില്ല. പഠിക്കാം. ഓക്കെ, ബേസിക് തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും മറക്കാതെ മെയിൻ എക്സാം നമുക്ക് MCQ ആണ് കേട്ടോ. MCQ മോഡലാണ് എക്സാം വരാം. ഓപ്ഷൻസ് വൈസ് ആണ്. ഓക്കെ, ടെൻഷൻ വേണ്ട. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഐഡന്റിഫൈ വിച്ച് ഈസ് ആൻ ആബ്സ്ട്രാക്ട് നൗൺ. സോറി, നൗൺ ഒന്നും വന്നില്ല കേട്ടോ. ആബ്സ്ട്രാക്ട് നൗൺ ഏതായിരിക്കും? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പറയൂ, ആൻസർ ഏതാണ്? ഐഡന്റിഫൈ വിച്ച് ഈസ് ആൻ ആബ്സ്ട്രാക്ട് നൗൺ. ഓപ്ഷൻസ് പെൻ, വീര, ഹാപ്പി, കേരള. Happy. 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 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാട്ടോ. എക്സാം പേപ്പറിലല്ലാണ്ട് എഴുതാ, നമുക്ക് ഓൺലൈൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എക്സാം വരാം. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാം. ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നൗൺ ആൻഡ് പ്രോനൗൺ എന്ന് പറയുന്ന ഈ ചാപ്റ്ററില് നൗൺ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോനൗൺ ആണ് കേട്ടോ. അതിപ്പോ എടുക്കുന്നില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാനെന്ന് പറഞ്ഞത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, then പ്ലൂറൽ നൗൺ. എക്സാം ഓൺലൈൻ ആണേ, ഓൺലൈൻ എക്സാം ആണ് കേട്ടോ. കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, പ്ലൂറൽ നൗൺ ആൻഡ് ജെൻറ്റീവ് പറഞ്ഞു, ജെൻഡേഴ്സ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നുണ്ടോ? കൗണ്ടബിൾ, അൺകൗണ്ടബിൾ ഓർമ്മ വരുന്നുണ്ടോ നോക്കണം കേട്ടോ. ദെൻ പ്ലൂറൽ നൗൺ, എങ്ങനെ സിംഗുലർ നൗണിനെ നമുക്ക് പ്ലൂറലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് ജെൻഡേഴ്സ് പഠിച്ചു. ഓക്കെ, മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രൽ, കോമൺ ജെൻഡർ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് നമ്മൾ ജെൻറ്റീവ് പഠിച്ചു. എസ് ജെൻറ്റീവ് ആൻഡ് ഓഫ് ജെൻറ്റീവ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നുണ്ടോ? മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ജെൻഡർ നൗൺസ് പഠിച്ചതില് ലാസ്റ്റില് ഹീറോ, ഹീറോയിൻ, സുൽത്താൻ, അതെങ്ങനെയാ വരുന്നേന്നൊന്ന് പറഞ്ഞുതരാം. അത് മനസ്സിലാക്കി. ഹീറോ മെയിൽ ജെൻഡർ ആണ്, മസ്കുലൈൻ ജെൻഡർ ആണ്. അതിന് ഫെമൈൻ ജെൻഡർ ആണ് ഹീറോയിൻ. അല്ല, അതെങ്ങനെ എഴുതുകയെന്ന് വരുമ്പോ നമുക്ക് ഇതിൽ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചില വാക്കുകളൊന്നും നമുക്ക് കണ്ടു പരിചയമില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാ എഴുതേണ്ടത്? എക്സാമിന് എങ്ങനെ വരുമെന്നാണോ അതാണോ ഉദ്ദേശിച്ചത്? അതെ, എക്സാമിന് വന്നാല് എഴുതാൻ ചിലപ്പോ നമുക്ക് മറ്റുള്ള വാക്കുകൾ നമുക്ക് പരിചയമുണ്ട്. പരിചയപ്പെടണം കേട്ടോ. അതാ ചോദിച്ചത്, അതിങ്ങനെ എഴുതുന്നത്. മറ്റുള്ളത് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷെ ഇത് നമുക്ക്
സിഗ്നൽ അത് ഒക്കെ വരുമ്പോഴേ ബ്രൈഡ് അത് നമുക്ക് മനസ്സിലായി, വിഡോ വിഡോവർ, ഹീറോ അതൊക്കെ നമുക്ക് മനസ്സിലായി. ചില വാക്കുകൾ ലാഡ് ലാസ് അതൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതാ ചോദിച്ചത്. നമുക്ക് പരിചയമില്ലാത്ത, പഠിച്ചാൽ നമുക്ക് പരിചയം വരും. സോ ടെക്സ്റ്റ് കാണുന്നെല്ലാം പഠിക്കുക. ഓക്കെ. ഓക്കെ. അപ്പോ ഇത് ക്വസ്റ്റ്യൻ എങ്ങനെ വരാന്ന് വെച്ചാല് നമുക്ക് ചോദിക്കാം. ഇപ്പോ ഫോക്സിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതാണ്? which is the identify which is feminine gender of fox എന്ന് വരും. Identify which is feminine gender of fox. ഫോക്സിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതാന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. 4 ഓപ്ഷൻസ് വരും. അതിൽ ചിലപ്പോ ഹീറോയിൻ, വുമൺ, വിക്സൺ, പ്രൈഡ് എന്നൊക്കെ ആയിരിക്കാം. ഇതിൽ ഏതായിരിക്കും? വിക്സൺ. ഇങ്ങനെയാണ് വരാൻ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെ പഠിച്ചു വെക്കണം. എന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ പഠിച്ചാ അതുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. നോക്കണ്ടേ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പൊ പഠിച്ചു വെക്കുക. ആൻസർ ഓപ്ഷനിൽ തന്നെ ഉണ്ടാകും, പക്ഷെ ആ ആൻസർ തന്നെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാട്ടോ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. പഠിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പഠിക്കുക, അറിഞ്ഞു വെക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കണം. അപ്പൊ നമുക്ക് പ്രസന്റ് ചെയ്യാം. കുറച്ച് പേരൊന്ന് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കൂ. ആരൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്? ഇന്നത്തെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒന്ന് പ്രസന്റ് ചെയ്യാം എല്ലാവരും കേട്ടോ. ആരൊക്കെയാ പറയാം? നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. ആരും പറയുന്നില്ല, താല്പര്യമൊന്നുമില്ല ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ. മടിയായോ? എന്താണെന്നും മിണ്ടാതെ സൈലന്റ് ആയാലോ ക്ലാസ്? പറയൂ. എന്താണ്, ബോറടിച്ചോ? ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്നാണോ? മാം, ചെയ്യാത്തവര് ചെയ്യാനാണോ അതോ നേരത്തെ ചെയ്ത ആൾക്കാർക്കും ചെയ്യാന്നോ? ചെയ്യാത്ത ആൾക്കാര് ആർക്കും പറയാം. ചെയ്യാത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ക്ലാസ്സിൽ ആർക്കും വരാം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലി കിട്ടുന്നതാണ്, എല്ലാ അവസരങ്ങളും ഈക്വലി കിട്ടുന്നതാണ്. അത് യൂസ് ചെയ്യുന്നവർക്കാണ് എന്താണ് അറിയാലോ. അത്രയുള്ളൂ. ഞാൻ പറയട്ടെ, ഞാൻ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന്. അവിടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ നമ്മൾ നൗണ് പ്രൊനൗണിൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൗണ്ടബിൾ അൺകൗണ്ടബിൾ പഠിച്ചു. അത് പേര് പോലെ തന്നെ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ പെന്ന്, പെൻസില് അങ്ങനെയുള്ളത്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. എക്സാമ്പിൾ മണി, ഓയില് അങ്ങനെയൊക്കെ. പിന്നെന്തായിരുന്നു പഠിച്ചത് ഓർമ്മയില്ല. അടുത്ത ടോപ്പിക് പ്ലൂറൽ നൗൺ. അതായത് നൗണിനെ ഒന്നും കൂടി എന്താ മീൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രീ, ട്രീസ്, കാർ, കാർസ്, ബുക്ക്, ബുക്സ് അങ്ങനെ പ്ലൂറൽ വരുന്നത്. നൗണിന്റെ തന്നെ ഒരെണ്ണത്തിന് ഒരു കൂട്ടമായിട്ട് പറയുന്നത്. നൗൺ ആണെങ്കിൽ ബുക്ക് എന്ന് പറയും, അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ബുക്സ്. കാറിന് കാർസ്, ട്രീ, ട്രീസ്, ഹൗസ്, ഹൗസസ് അങ്ങനെ പറയുന്നത്. പിന്നെ അത് പ്ലൂറല്. വേറെ എന്തായിരുന്നു എടുത്തിട്ട്? അത് അപ്പോസ്ട്രോഫി എസ്, അതുപോലെ ഓഫ് ഓഫ് ഫെമിനിനും മെയിൽ അങ്ങനെ വരുന്നതല്ലേ. പിന്നെ ന്യൂട്രൽ, കോമൺ ജെൻഡർ. അതില് പിന്നെ എന്തായിരുന്നു ഓർത്തു നോക്കട്ടെ. അതായത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അത് അതായത് കിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അത് മെയിൽ ജെൻഡർ അങ്ങനെ വരുന്നതാണെന്ന്. ക്യൂ എന്ന് കേൾക്കുമ്പോൾ ഫെമിനൈൻ ആണെന്ന് മനസ്സിലാവും. അതുപോലെ ന്യൂട്രൽ വരുമ്പോൾ നമുക്ക് ഇന്ന ജെൻഡർ എന്ന് സ്പെസിഫിക് ഇല്ല. അതായത് മാംഗോസ്, ട്രീസ്, ചെയർ അങ്ങനെ വരുന്നത് കോമൺ തിങ്സ് ആയിട്ട് വരുന്നത്. ഐ മീൻ ലാസ്റ്റ് വൺ വരുന്നത് കോമൺ ജെൻഡർ. അതായത് നേഴ്സ്, ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജെൻഡർ വൈസ് അത് നമുക്ക് അതിനെ ഇന്നത് കൂട്ടത്തിൽ നിന്ന് പെടുത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അല്ലേ?
അത് അതല്ലേ നമ്മൾ അപ്പോസ്ട്രോഫി എസ് അതുപോലെ ഓഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീ ഓഫ് എ കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് വെച്ചിട്ട് അത് പറഞ്ഞു. അത് തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്പോസ്ട്രോഫി എസ് കാർസ് കീ എന്ന് പറയാം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ പേരെന്തായിരുന്നു? രഞ്ജിത. രഞ്ജിത. അപ്പൊ രഞ്ജിത പേര് നോട്ടില്ല, ടെക്സ്റ്റ് ഇല്ല. രഞ്ജിത പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ? ഇങ്ങനെ പഠിക്കണം. നോട്ട്സ് മാത്രം, നോട്ട്സും ടെക്സ്റ്റിന്റെ ആവശ്യമുണ്ടോ ശരിക്കും ആലോചിക്കുക. അയ്യോ ടെക്സ്റ്റ് വേണ്ടത് ഞാൻ പറയുന്നില്ല കേട്ടോ, അങ്ങനെ പറയരുത്. പക്ഷെ നോട്ട്സ് നമ്മൾ എഴുതിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്ക് ഇന്നത് എനിക്ക് കറക്റ്റ് ഓർഡർ വൈസ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല. പക്ഷെ ഞാനത് പറയുമ്പോൾ രഞ്ജിതക്ക് മനസ്സിലാവുന്ന ഓർമ്മ വരുന്നുണ്ട്, എന്താണെന്ന് അറിയാം. ഓക്കെ. അപ്പൊ മഞ്ജു രാഗേശ്വരൻ ടെക്സ്റ്റും ഇല്ല നോട്ടും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. മഞ്ജു എവിടെ? മഞ്ജു എവിടെ? പനിയാണ്, എനിക്ക് സൗണ്ട് വരുന്നില്ല. മഞ്ജു എന്തോ ഞാനിവിടെ ഉണ്ട്. നോട്ടും ഇല്ല ടെക്സ്റ്റും ഇല്ല കയ്യില്, ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ എന്താണ് ജെൻഡേഴ്സ് എന്താണെന്ന് പറഞ്ഞേ. ജെൻഡേഴ്സ് 3 ആയിട്ടുണ്ട്. 3 അല്ല, സോറി, എന്തോ ഫെമിനിൻ, പറഞ്ഞോ, എനിക്കറിയാൻ കുഴപ്പമില്ല, പറഞ്ഞു. കോമൺ ജെൻഡേഴ്സ്, വിട്ടൊരു വാക്ക്. ഉണ്ടെന്ന് പറഞ്ഞേ. 4 മാം? 4 അല്ലേന്നല്ല, 4 ആണ്. ഓക്കെ. 4 ജെൻഡേഴ്സ് ഏതൊക്കെയാണ്? കോമൺ ജെൻഡേഴ്സ്, ഫെമിനൈൻ, മസ്കുലിൻ, പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാമോ? ശരിയാവത്തില്ല. പഠിച്ചു മഞ്ജു. അറിയാം, ടെൻഷനാണ്. ന്യൂട്രൽ ആണോ? ഇതോ ന്യൂട്രൽ ആണോ സ്പെല്ലിംഗ്? ന്യൂട്ടർ ആണ്. ന്യൂട്ടർ ജെൻഡർ. സ്പെൽ ചെയ്യാമോ ഒന്ന്? ന്യൂട്ടർ, NEAUTER, ന്യൂട്ടർ. ഓക്കെ മാം. അപ്പൊ പിന്നെ നമ്മുടെ ഗേസ് മീൻസ് മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മള് എന്തേലാ ഈ 4 എണ്ണത്തിനകത്ത് മീൻസ് ഇത് ഫിക്സ് ചെയ്യുന്നത്? ലൈക്ക് മെസ്കുലിൻ ഫോർ മെയിൽസ്, ഫെമിനിൻ ഫോർ ഫീമെയിൽസ്. അപ്പം നമ്മുടെ ഗേസ് വരത്തില്ലേ മിക്സ്ഡ് ആയിട്ടുള്ള? നിങ്ങള് ട്രാൻസ്ജെൻഡേഴ്സിനെ ഏത് ഗ്രൂപ്പിലാണ് നമ്മള് മീൻസ്? അതൊരു ജെൻഡർ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ട്രാൻസ്ജെൻഡർ എന്നല്ലേ പറയാ, അതൊരു ജെൻഡർ അല്ല. ഇതിനകത്ത് 4 എണ്ണല്ലേ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് എങ്ങനെ സ്പെസിഫിക്കലി? കോമൺ അല്ലല്ലോ. എപ്പോ എന്താ ഞാൻ പറയും, നമ്മൾ 4 ജെൻഡേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് അല്ലെ? കൂടാതെ ഒരു ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡർ. ഓക്കെ. ബേസിക്കലി 5 ജെൻഡേഴ്സ് ആണ്. അതെ. ഒന്നുകൂടെ ഒന്ന് പറയാമോ, ഏത് ജെൻഡർ ആണ്? അയ്യോ, ആ ജെൻഡർ നമ്മൾ പഠിക്കുന്നില്ല കേട്ടോ, ടെക്സ്റ്റിലില്ല. ജസ്റ്റ് കോമൺലി നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതായത് മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, മെയിലും ഫീമെയിലും. പിന്നെ ജെൻഡർ ഇല്ലാത്തത് ന്യൂട്രൽ ജെൻഡർ, തിങ്സ് ഒക്കെയാണ് ന്യൂട്രൽ ജെൻഡർ ആണ്, ജെൻഡർ ഇല്ല. പിന്നെയുള്ള കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അതില് മെയിലും ഫീമെയിലും ഉണ്ടാവും. പ്രൊഫഷണൽ അങ്ങനെയാണ്. ഡോക്ടേഴ്സ് ആണ്. പക്ഷെ നമ്മള് ട്രാൻസ്ജെൻഡറിനെ ഇവിടെ പറയേണ്ട ആവശ്യം ശരിക്കും ഇല്ല. കാരണം അതിൽ പറയാനൊരു നൗൺ ഉണ്ടോ ശരിക്കും? ഒരു നൗൺ തന്നെ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ പറ്റും? കാരണം നമ്മൾ പഠിക്കുന്ന നൗണിനെ ബേസ് ചെയ്താണ്. ആ വേർഡ് കേൾക്കുമ്പോ ഏത് ജെൻഡർ ആണെന്ന് അറിയണം. മനസ്സിലായോ? അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ആ ജെൻഡർ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായോ? മാം ഒരു ഡൗട്ട്. മാം ന്യൂട്രൽ ജെൻഡറും കോമൺ ജെൻഡറും ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഡിഫറൻസ്. ന്യൂട്രൽ ജെൻഡർ ഇല്ലാത്തതാണ്. ജെൻഡർ ഇല്ലാത്തെന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും ജെൻഡർ ഉണ്ടോ? ഇല്ല. ഇപ്പൊ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ന്യൂട്രൽ ജെൻഡർ ആണ്. എന്തും അനിമൽസും ഹ്യൂമൻ ബീങ്സും പറയാൻ പറ്റില്ല. ജെൻഡർ ഉണ്ട്. പട്ടിയിലാണെങ്കിലും പൂച്ചയിലാണെങ്കിലും മനുഷ്യയിലാണെങ്കിലും ഒക്കെ ജെൻഡർ ആണ്. മെയിലും ഫീമെയിലും ഉണ്ട്.
അല്ലെ? വസ്തുക്കൾക്കുണ്ടോ? തിങ്സിനുണ്ടോ? ഇല്ല മാം, അത് ന്യൂട്രൽ ജെൻഡർ. അതാണ് ന്യൂട്രൽ ജെൻഡർ. ഇനി കോമൺ ജെൻഡർ ഒക്കെ പറയുമ്പോൾ പ്രൊഫഷൻ ആകും മെയിൻലി. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇതിൽ രണ്ടും ഉണ്ടല്ലോ, 2 ജെൻഡേഴ്സ് ഇൻക്ലൂഡഡ് ആണല്ലോ എന്ന് തോന്നണം. അതാണ് എക്സാമ്പിൾ നേഴ്സ്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പറയണം, സ്പെസിഫൈ ചെയ്ത് പറയണം. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് എന്ന് പറയണം. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രണ്ട് എന്നാണെങ്കിൽ അത് കോമൺ ജെൻഡർ ആണ്. നേഴ്സ് ആണെങ്കിലോ മെയിൽ നേഴ്സോ ഫീമെയിൽ നേഴ്സ് ഉണ്ടെന്ന് പറയാം, അല്ലെ? അപ്പൊ നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നൗൺ എന്താണ്? കോമൺ ജെൻഡർ ആണ്. മനസ്സിലായോ? ടീച്ചർ ആണെങ്കിൽ അത് കോമൺ ആണ്. ഡോക്ടേഴ്സ് കോമൺ ആണ്. ദെൻ ലോയേഴ്സ്, ഇതൊക്കെ എന്താണ്? കോമൺ ജെൻഡർ ആണ്. അതായത് മെയിൻലി നമുക്ക് പ്രൊഫഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോമൺ ജെൻഡറിൽ പെടുന്നതാണ്. അതായത് ആ നൗൺ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കണം, നൗൺ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നൗണിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പോർഷൻസ് ക്ലിയർ ആണോ? നൗൺ ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, സുബി പ്രസന്റ് ചെയ്യാനാണോ? യെസ് മാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗണിന്റെ കാര്യമാ. കൗണ്ടബിൾ നൗൺ മീൻസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്, ലൈക്ക് bunch of pencils. സുബി, നിങ്ങൾക്ക് എല്ലാവരുടെ കൂടെ ആണോ കംഫർട്ടബിൾ? ഏതാണോ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് മലയാളം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. Okay. Countable nouns are those noun which can be counted. Physically, we can count it, like a bunch of pencil. Okay. Other one is uncountable noun which cannot be counted. Example: sugar, rice, or money. Other next part was plural noun. Plural noun is been divided into 2 parts: singular and plural. Singular means like one pencil or one pencil. Plural means 2 pencils, like multiple numbers are there. Third one was gender. That was divided into 4 parts. First one, masculine gender, which denominates our male part of the male persons, like male nurse, male doctor, some like that. Feminine gender, that determines the female, like nurses, female nurse or female doctor, female teacher. Third one was Neptune gender, that determines the things, those do not have eye. Fourth one was common gender, that means a professional, like a doctor. That is a common gender, where we don't explain that which doctor is it. It's a female doctor or a male doctor. ഓക്കെ. ഇവിടെ നമുക്ക് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന അച്ഛൻ, അമ്മ, അച്ഛൻ, ചേട്ടൻ, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതൊക്കെ മെയിൽ പേഴ്സൺ ആണ്, അല്ലെ? മെയിൽ ആണെന്ന് അറിയാലോ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വേർഡ്സും, അല്ലെ? കിങ്, ബ്രദർ, ബോയ്, ഇതൊക്കെ പറയുന്നത് എന്താണ്? മസ്കുലിൻ ആണ്. കേൾക്കുക നൗൺ, അല്ലെ? നൗൺ ഇൻഡിക്കേറ്റ്സ് a male person or animal. Okay, adana masculine gender. And feminine gender, a noun that indicates a female or animal. Okay, that's feminine gender. Okay, അങ്ങനെയാണ് ട്ടോ മെയിൻലി വരാം. പിന്നെ മാക്സിമം നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ നോക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, പൊട്ടത്തിട്ടാണെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. കൈ കിട്ടുന്ന ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്തൊന്ന് പറയൂ. അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ കുറെ പ്രസന്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോലും പറയില്ല. ഓക്കെ, പക്ഷെ മാക്സിമം നിങ്ങൾ പറയാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, തെറ്റും, ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. സോ മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. മിസ്റ്റേക്സ് മാത്രം നമ്മൾ പറയല്ല, പഠിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോ മിസ്സേ പറ്റണില്ല മിസ്സേ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചോളൂ. പക്ഷെ പയ്യെ പയ്യെ നമുക്ക് മാറ്റാം. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണ്ടേ? എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണെങ്കിൽ സംസാരിക്കണം. അവസരം കിട്ടുന്നില്ല എങ്കിൽ സംസാരിക്കണം. ആളെ കിട്ടുന്നില്ല, ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. ഓക്കെ, അതൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടി കേട്ടോ. അതാണ് പ്ലാറ്റ്ഫോം. ഈ സംസാരിക്കുന്ന ഒരാളുണ്ട്, ഞാനാണ്, എന്നോട് സംസാരിക്കാൻ. ഓക്കെ,
അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. ഇനി ഒരു ഇംഗ്ലീഷ് പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയാതെയും ഇരിക്കരുത്, മണ്ടത്തരാണ് കേട്ടോ. മാറ്റാം. ആ ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, കുറച്ച് പേരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതൊക്കെ മാറ്റാൻ നോക്കാം, സംസാരിക്കാൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ടൊക്കെ സംസാരിക്കാം. കുറച്ച് പേര് കൂടെ പ്രസന്റ് ചെയ്യാൻ. ആരാണ് പേര്? അൽഫിയ. അൽഫിയ അൽഫിയ പേര്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഇന്ന് നമ്മൾ പഠിച്ചത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിനെ പറ്റിയാണ്. എണ്ണിപ്പറയാൻ പറ്റുന്ന നാമങ്ങളെ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ബുക്സ്, ചെയർസ്, ഗേൾ, പെൻ എന്നിങ്ങനെയാണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്നാൽ എണ്ണിപ്പറയാൻ പറ്റാത്ത നാമങ്ങളെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ മണി, വാട്ടർ, ഓയിൽ, പെട്രോൾ, ഷുഗർ, സോൾട്ട്, എക്സെട്ര എക്സെട്ര. അടുത്തതായി നമ്മൾ പഠിച്ചത് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ സെൻസ്. പ്ലൂറൽ നൗൺസിനെ പറ്റിയാണ്. ഒന്നിലധികം പുസ്തകങ്ങളെയോ സ്ഥലത്തെയോ വ്യക്തികളെയോ ആശയങ്ങളെയോ ആണ് പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്, ക്യാറ്റ്സ്, ബസ്, ബസ്സസ് എന്നിങ്ങനെ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ജെൻഡറിനെ പറ്റിയാണ്. ജെൻഡർ 4 ടൈപ്പ് ഉണ്ട്. 1 മസ്കുലിൻ ജെൻഡർ, 2 ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. മസ്കുലിൻ ജെൻഡർ എന്നാൽ ആണുങ്ങളെ വേർതിരിച്ച് പറയുന്നതിനെയാണ്, ആണുങ്ങളെ മാത്രം സൂചിപ്പിച്ച് പറയുന്നതിനെയാണ് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫാദർ, ബ്രദർ, ബോയ്, എക്സെട്ര. ഫെമിനിൻ ജെൻഡർ എന്നാൽ പെൺ വിഭാഗങ്ങളെ വേർതിരിച്ച് പറയുന്നതിനെയാണ് ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത്. ഗേൾ, വിമൺ, എക്സെട്ര എക്സെട്ര. നെക്സ്റ്റ് ന്യൂട്രൽ ജെൻഡർ. സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലാത്ത നാമങ്ങളെ എടുത്ത് വിശേഷിപ്പിക്കുന്നതിനെയാണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാംഗോ, കോളേജ്, ബുക്ക്, എക്സെട്ര. കോമൺ ജെൻഡർ ആൺ പെൺ വേർതിരിവില്ലാത്ത ആ ഒരു വാക്കിനെ ചേർത്ത് പറയുന്നതിനെയാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ്, ടീച്ചർ, ഫ്രണ്ട് എന്നാണ് അതിനുള്ള എക്സാമ്പിൾ. അടുത്തായിട്ട് പഠിച്ചത് ഡിറ്റർമിൻസ് എന്നാണ്. ഡിറ്റർമിൻസ് എന്നാൽ ഒരു നാമത്തിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദത്തിനെയാണ് ഡിറ്റർമിൻസ് എന്ന് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെയാണ് ടീച്ചർ മനസ്സിലായത്. നെക്സ്റ്റ് പഠിച്ചത് ദ ജെനിറ്റീവിനെ പറ്റിയാണ്. അപ്പോസ്ട്രോഫിയ ചേർത്ത് പറയുന്ന വാക്കിനെയാണ് ജെനിറ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അതിൽ തന്നെയും എസ് ജെനിറ്റീവ്സ് എന്നും ഓഫ് ജെനിറ്റീവ്സ് എന്നും രണ്ടായി വേർതിരിച്ച് പറയാവുന്നതുമാണ്. ഓക്കെ ടീച്ചർ? ഓക്കെ അൽഫിയ, കറക്റ്റ് എല്ലാ നൗണിന്റെയും മലയാളം കിട്ടി അല്ലേ? ടീച്ചർ പറയുന്നത് വെച്ച് ഉദ്ദേശിച്ച് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്താണ് പറഞ്ഞത്. ഓക്കെ, നന്നായിരുന്നു അൽഫിയ. താങ്ക് യു ടീച്ചർ. മഞ്ജു, എന്താണ് ഈ ടൈപ്പ് ചെയ്യുന്നേ? ബോയ് ബോയ്സോ, ഡോഗ് ഡോഗ്സ്, എവിടെ നിന്ന് കിട്ടി സ്പെല്ലിംഗ് ഒക്കെ? മഞ്ജു, മിസ്റ്റേക്ക് ഉണ്ടോന്ന് നോക്കിയേ. നെക്സ്റ്റ് ലുബ്ന. യെസ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് നമ്മൾ പഠിച്ചത് കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തിങ്സിനാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതായത് പെന്ന്, ബുക്ക്, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെയും കൗണ്ടബിൾ നൗൺസ് ആയിക്കൂട്ടാം. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ അത് പറയുന്ന പോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് ഓയില്, റൈസ്, മണി, അങ്ങനെയുള്ളതിനാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പ്ലൂറലിനെ കുറിച്ചാണ്. അതായത് സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണിനെ എങ്ങനെ പ്ലൂറൽ ആക്കാം. അതിൽ നമുക്ക് ചിലതിനെ കൂടെ എസ് ചേർക്കും, ചിലതിന്റെ കൂടെ ഇ എസ് ചേർക്കും, ചിലതിന് ഐ ഇ എസ് വരും. അതായത് എക്സാമ്പിൾ ആയിട്ട് എസ്, എക്സ്, സി എച്ച്, എസ് എച്ച് എന്ന് വരുന്നതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഇ എസ് ആണ് ചേർക്കുക. അതായത് ഫോക്സ് എന്ന് പറയുമ്പോൾ ഫോക്സസ്, ബസ്, ബസ്സസ്, അങ്ങനെ നമ്മൾ പറയും. ഇനി ഒരു വേർഡിന്റെ ലാസ്റ്റ് വൈ ആണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഐ ഇ എസ് ചേർക്കും. അതായത് ബേബി, അപ്പൊ നമ്മൾ ബേബീസ് എന്ന് പറയും.
നെക്സ്റ്റ് ഈ വൈയുടെ മുന്നേ വരുന്നത് വോവൽസ് ആണെങ്കിൽ, അതായത് എക്സാമ്പിൾ ടോയ്, ബോയ് എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എസ് ആണ് ചേർക്കുക. ടോയ്സ്, ബോയ്സ് എന്ന് പറയും. ഇനി ആ വേർഡ് എൻഡ് ചെയ്യുന്നത് എഫ് അല്ലെങ്കിൽ എസ് ഇ എന്നാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വി എസ് ആണ് ചേർക്കുക. എഫ് മാറ്റിയിട്ട് ലാസ്റ്റ് വി എസ് ചേർക്കുക. അതായത് ലീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ലീവ്സ് എന്നായിരിക്കും അതിന്റെ പ്ലൂരൽ വരിക. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ച ഒരു കൺസോണന്റ് കൂടെ ഓയാണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ ഇ എസ് ആണ് ചേർക്കുക. അതായത് മാംഗോ, അപ്പൊ മാംഗോസ് എന്ന് പറയും. അങ്ങനെ പിന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്ലൂരൽ, അതായത് സിംഗുലറിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത്. അതായത് വുമൺ എന്ന് പറയുന്നതിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത് വുമൻ എന്നാണ്. മാൻ എന്ന് പറയുമ്പോൾ മെന്നാവും. ചൈൽഡ് എന്ന് പറയുന്നതിന്റെ പ്ലൂരൽ ചിൽഡ്രൻ ആയി മാറും. കാരണം സിംഗുലറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്ലൂരൽ ആയിരിക്കും. പിന്നെ അതുപോലെ സണ്ണില്ലോ മദറില്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ പ്ലൂരൽ ആക്കാൻ വേണ്ടി സണ്ണിന്റെ കൂടെയാണ് ഐ എസ് ചേർക്കുക. ഒരിക്കലും ലോ അല്ലെങ്കിൽ മദറില്ലോ എന്ന് പറയുമ്പോൾ മദറില്ലോസ് എന്ന് പറയില്ല, സൺസില്ലോ മദേഴ്സില്ലോ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പഠിച്ചത് നമ്മള് ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് മസ്കുലിൻ ജെൻഡർ. മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ജെൻഡർ എന്നാണ്. അത് ഫാദർ, ബ്രദർ, ഡോഗ്, കോക്ക്. അതിപ്പോ എനിമൽസിലായാലും ഹ്യൂമൻ ബീങ്സിലായാലും മെൻ ആയിട്ടുള്ള ജെൻഡറിനെയാണ് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ഫെമിനിൻ ജെൻഡർ, അതായത് ഫീമെയിൽ ആയിട്ടുള്ള പേഴ്സൺ, അത് എനിമൽ ആയിക്കോട്ടെ ഹ്യൂമൻ ബീങ് ആയിട്ട്, ഗേൾ, മദർ, സിസ്റ്റർ, ഡോട്ടർ എന്നും പറയാം. അടുത്ത ന്യൂട്ടർ ജെൻഡർ, അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിനെയാണ് നമ്മൾ ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ന്യൂട്ടർ ജെൻഡറിലാണ് വരിക. നമുക്ക് എന്തും പറയാം, ബുക്ക്, ബാഗ്, പെൻസില്, അങ്ങനെ എന്തും പറയാം. അടുത്ത കോമൺ ജെൻഡർ എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു മസ്കുലിൻ ജെൻഡർ ആണോ ഫെമിനിൻ ജെൻഡർ ആണോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ നമ്മൾ അത് മെയിലാണോ ഫീമെയിലാണെന്ന് ചേർത്ത് പറഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പ്രൊഫഷണലായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രൊഫഷൻസിന് പറയുമ്പോൾ ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്, ഡോക്ടർ, നേഴ്സ് എന്നൊക്കെ നമുക്ക് അതിൽ പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ജെനിറ്റീവ്സ് ആണ്. ജെനിറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി എസ് ചേർത്തെന്ന് പറയും. അപ്പോ നമ്മൾ കാർ കീ എന്നും പറയാം, കീ ഓഫ് ദി കാർ എന്നും പറയാം. അതായത് എസ് ചേർത്തും പറയാം അല്ലെങ്കിൽ ഓഫ് എന്ന് ചേർത്തും പറയാം. അങ്ങനെ 2 ജെനിറ്റീവ്സ് ആണുള്ളത്. ഇത്രയല്ലേ ഞാൻ പഠിച്ചത്. ഇനി പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞു, പറയാതെ ഒന്നുമില്ല. ഞാൻ പറയാൻ വരെയായിരുന്നു. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി. ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ. ഇത് ഭയങ്കര ടെൻഷൻ മാറില്ലേ നിങ്ങളുടെ? ഇതിനാ ടെൻഷൻ? അതെ അത് എനിക്ക് പൊതുവെ എന്താ പറയാ സഭാകമ്പം അറിയില്ല, എനിക്ക് കുറച്ച് കൂടുതലാ. ആൾക്കാർ ഫേസ് ചെയ്യുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി പറയും. നമുക്കത് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ മാറും കേട്ടോ, ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മാറും. യെസ് മാം, ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ പേര് മാറ്റാൻ വേണ്ടിട്ട്. മാറും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മാറും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, പ്രസ് ചെയ്താ നമുക്ക് ടൈം ഇല്ല കേട്ടോ. നെക്സ്റ്റ് എന്നൊക്കെ പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോ പിന്നെന്താണ് മഞ്ജു, മിസ്റ്റേക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടോ, സോറി ഒന്നും പറയണ്ട, ചുമ്മാ പറഞ്ഞാണേ. മിസ്റ്റേക്സ് അത് സ്പെല്ലിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ ആയി. അപ്പോ നമ്മുടെ നൗൺ പോർഷൻ കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പ്രോണൗൺ എടുക്കാം. ഓക്കെ, എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. എന്നാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റും നോക്കും, മനസ്സിലായോ എന്ന് അറിയാലോ. ഓക്കെ, സോ നമുക്ക് സൈനോട്ട് പറയാം. ഓക്കെ മാം, ഞാൻ ശ്രീവിദ്യ. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിനും ഈ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ. ഓക്കെ, സോ നിങ്ങൾ സൈഡിന് സൈൻ ഔട്ട് ഒക്കെ ഇംഗ്ലീഷ് തന്നെ പറയാൻ നോക്കൂ. തെറ്റാണ് കുഴപ്പമില്ല, ഞാനല്ലേ കേൾക്കാം. ഓക്കെ, എല്ലാം കേട്ടോ, പ്രയറും ഒക്കെ ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, മാക്സിമം ഇംഗ്ലീഷ് തന്നെ പറയാൻ നോക്കുക. ട്രൈ ചെയ്യാലോ. ഓക്കെ ആണോ? ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു മാം.